നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് അനിഴം നക്ഷത്രക്കാരുടെ 2025 ജൂൺ മാസഫലമാണ്. ഈ മാസത്തിൽ അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ജ്യോതിഷപരമായ സ്വാധീനങ്ങളെയും ഫലങ്ങളെയും കുറിച്ച് സമഗ്രമായ വിശകലനം നൽകുന്നുണ്ട്. തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന മേഖലകളിലെ പ്രവചനങ്ങൾ, ഗ്രഹസ്ഥിതിയുടെ വിശദാംശങ്ങൾ, ഓരോ ആഴ്ചകളിലെയും വിശകലനം, ദോഷപരിഹാരങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ജ്യോതിഷപരമായ പ്രാധാന്യമുള്ള 27 നക്ഷത്രങ്ങളിൽ 17ാമത്തേതാണ് അനിഴം നക്ഷത്രം. വൃശ്ചികൻ രാശിയിൽ 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 16 ഡിഗ്രി 40 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ സ്ഥാനം. ശനിയാണ് അനിഴം നക്ഷത്രത്തിൻ്റെ അധിപൻ. ഇത് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അച്ചടക്കം, സ്ഥിരോത്സാഹം, ക്ഷമ എന്നിവ നൽകുന്നുണ്ട്. ശനിയുടെ സ്വാധീനം കാരണം ജീവിതത്തിൽ നേട്ടങ്ങൾ ചിലപ്പോൾ വൈകി എത്തിയേക്കാം. എന്നാൽ സ്ഥിരമായ പരിശ്രമത്തിലൂടെ അവർക്ക് വിജയം നേടാൻ സാധിക്കുന്നതാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശക്തമായ നിശ്ചയദാർഢ്യം, ധൈര്യം, സാമൂഹികത, പക്വത, സ്ഥിരോത്സാഹം, വൈകാരികമായ ആഴം, ആത്മീയമായ ചായ്വ്, അച്ചടക്കം, കഠിനാധ്വാനം, വിശ്വസ്തത, സഹാനുഭൂതി, സമാധാനപരമായ ഇടപെടലുകൾ എന്നിവയെല്ലാം പ്രധാന സ്വഭാവങ്ങളിൽ വരുന്നതാണ്. എന്നിരുന്നാലും ചില ബലഹീനതകൾ ഇവർക്കുണ്ട്. വൈകാരികമായ രഹസ്യ സ്വഭാവം കാണിക്കാനുള്ള പ്രവണത, അമിതമായി ചിന്തിക്കുക, വിശ്വാസ പ്രശ്നങ്ങൾ, വൈകാരികമായ ഉയർച്ച താഴ്ചകൾ, ചിലപ്പോൾ അമിതമായി ഒതുങ്ങിക്കൂടുന്നത്, ധിക്കാരം, അസൂയ, മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള പ്രവണത എന്നിവയിലും പെടുന്നുണ്ട്. ജീവിതത്തിൽ ചിലപ്പോൾ വിജയം വൈകി എത്തിയേക്കാം എന്നത് ഈ നക്ഷത്രക്കാരുടെ ഒരു പൊതുവായ പ്രത്യേകതയാണ്. ജ്യോതിഷപരമായി അനിഴം നക്ഷത്രക്കാർക്ക് പൊരുത്തപ്പെടാത്ത ശക്തികൾക്കിടയിൽ പാലം പണിയാനും സ്നേഹം നൽകാനും സ്വീകരിക്കാനുമുള്ള കഴിവുണ്ട്. സൂക്ഷ്മമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും കാര്യങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ കണ്ടെത്താനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. രാജയോഗം പോലുള്ള ആത്മീയ പരിശീലനങ്ങൾ അനിഴം നക്ഷത്രത്തിന്റെ ശക്തികളെ ഉയർത്താൻ സഹായിക്കുമെന്നും പറയപ്പെടുന്നു. ശനി, വൃശ്ചികൻ രാശി എന്നിവയുടെ സ്വാധീനം അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള രൂപീകരണത്തിനുള്ള കഴിവ് നൽകുന്നു. ശനിയുടെ അച്ചടക്കവും വൃശ്ചികത്തിന്റെ തീവ്രതയും ചേരുമ്പോൾ ഇവർക്ക് ശക്തമായ നിശ്ചയദാർഢ്യം ലഭിക്കുന്നു. എന്നിരുന്നാൽ ഈ പാതയിൽ കാര്യമായ വെല്ലുവിളികളും ആന്തരിക പോരാട്ടങ്ങളും ഉണ്ടാകും, പ്രത്യേകിച്ച് ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ. മൊത്തത്തിൽ 2025 ജൂൺ മാസം ഒരു വൈകാരികമായ ഉന്നതിയുടെയും ആഴത്തിലുള്ള വൈകാരികമായ പുതിയ ചക്രങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഇത് വ്യാഴത്തിന്റെ കർക്കടകൻ രാശിയിലേക്കുള്ള പ്രവേശനത്താൽ ശക്തമായി സ്വാധീനിക്കപ്പെടുന്നു. മലയാളം മാസങ്ങളും ഞാറ്റുവേലകളും ഗ്രഹസംക്രമങ്ങളോടൊപ്പം പരാമർശിക്കുന്നത് പ്രവചനങ്ങളോടുള്ള സമഗ്രമായ സമീപനത്തെ സൂചിപ്പിക്കുന്നു. ഇത് പ്രാദേശികവും ക്ലാസിക്കൽ ജ്യോതിഷ ചട്ടക്കൂടുകളെയും സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പ്രവചനങ്ങൾക്ക് കൂടുതൽ സാംസ്കാരിക പ്രാധാന്യം നൽകുന്നുണ്ട്. 2025 ജൂൺ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കാം. ഗ്രഹങ്ങളുടെ രാശിമാറ്റം, അവയുടെ സ്വാധീനവും. സൂര്യൻ ജൂൺ 14 വരെ ഇടവൻ രാശിയിലും ജൂൺ 15 മുതൽ മിഥുനൻ രാശിയിലും സഞ്ചരിക്കുന്നു. 2021 ജൂൺ 15 രാവിലെ 6:52 സൂര്യൻ മിഥുനൻ രാശിയിൽ പ്രവേശിക്കും. ജൂലൈ 16 വരെ അവിടെ തുടരുകയും ചെയ്യും. മിഥുനൻ രാശിയിൽ വ്യാഴത്തോടൊപ്പം സൂര്യൻ രാജലക്ഷണ യോഗം രൂപീകരിക്കുന്നു. ഇത് വെല്ലുവിളികളിൽ പോലും രക്ഷാകവചം ഉറപ്പാക്കുന്നു. ഈ സംക്രമണം ആശയവിനിമയ ശേഷിയും നെറ്റ്വർക്കിംഗ് കഴിവുകളും വർദ്ധിപ്പിക്കുന്നു. ഇത് പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ആശയവിനിമയത്തിനും ബുദ്ധിപരമായ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുകയും ചെയ്യുന്നു. ചൊവ്വ 2025 ജൂൺ 7 കർക്കടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു. ജൂലൈ 28 വരെ ചിങ്ങൻ രാശിയിൽ തുടരും. ചിങ്ങൻ രാശിയുടെ ചില ദൃശ്യപരതയും ഊർജ്ജസ്വലതയും നേതൃത്വ ഗുണങ്ങളും വർദ്ധിപ്പിക്കുന്നുണ്ട്. ബുധൻ ജൂൺ 6 രാവിലെ സ്വന്തം രാശിയായ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു. ജൂൺ 22 വരെ അവിടെ തുടരും. തുടർന്ന് ജൂൺ 22 രാത്രി കർക്കടകൻ രാശിയിലേക്ക് മാറുന്നു. ജൂൺ 26 ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുന്നുണ്ട്. ജൂൺ 8 വരെ ബുധന് മൗഢ്യമാണ്. മിഥുനൻ രാശിയിൽ ബുധൻ ശക്തനാണ്. ഇത് ആശയവിനിമയ ശേഷി, മാനസിക ചടുലത, മൾട്ടി ടാസ്കിംഗ് കഴിവ്, ബുദ്ധിപരമായ കാര്യങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുന്നു. കർക്കടകൻ രാശിയിൽ ആശയവിനിമയം കൂടുതൽ വൈകാരികവും അവബോധപരവും വീടുമായും കുടുംബവുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാകും. വ്യാഴം ജൂൺ തുടക്കത്തിൽ മിഥുനൻ രാശിയിലും മകേര നക്ഷത്രത്തിലാണ്. 2025 ജൂൺ 9 ഉച്ചയ്ക്ക് വ്യാഴം കർക്കടകൻ രാശിയിൽ പ്രവേശിക്കുന്നു. ഈ വർഷം കർക്കടകൻ രാശിയിൽ തുടരും. കർക്കടകൻ രാശിയിൽ വ്യാഴം ഉച്ചസ്ഥായിലാണ്. ഇത് വൈകാരികമായ സമൃദ്ധിയും രോഗശാന്തിയും കുടുംബപരമായ സന്തോഷവും അവബോധപരമായ വളർച്ചയും ബന്ധങ്ങളെ പരിപോഷിക്കുന്നതും ആത്മവുമായി യോജിച്ച അവസരങ്ങളും നൽകുന്നു. ശനി ഈ മാസം മുഴുവൻ മീനൻ രാശിയിലെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ തുടരുന്നുണ്ട്. ഈ സംക്രമണം 2025 മാർച്ച് 29 ആരംഭിച്ച് 2027 ജൂൺ 3 വരെ നീണ്ടു നിൽക്കും. വൈകാരിക പക്വത, ആത്മീയ ഉണർവ്, അവബോധപരമായ അച്ചടക്കം എന്നിവയ്ക്ക് ശനി ഊന്നൽ നൽകുന്നു. അനിഴം നക്ഷത്രക്കാരുടെ രാശിയായ വൃശ്ചിക രാശിക്ക് ശനി 5ാം ഭാവത്തിലാണ്. ഇത് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സർഗാത്മക മേഖലകളിലും സ്ഥിരത നൽകുന്നുണ്ട്.
രാഹുവും കേതുവും നോക്കുമ്പോൾ മെയ് 18-ന് രാശിമാറ്റം സംഭവിച്ച രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും ഈ മാസം മുഴുവൻ തുടരും. രാഹു ഭൗതിക അഭിലാഷങ്ങളെയും കേതു ആത്മീയ വളർച്ചയെയും സൂചിപ്പിക്കുന്നുണ്ട്. ശുക്രൻ മെയ് 31 മുതൽ ജൂൺ 29 വരെ മേടൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നു. ജൂൺ 29-ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട്. ശുക്രൻ സ്നേഹം, ബന്ധങ്ങൾ, സൗന്ദര്യം, ധനം എന്നിവയുടെ കാരകനാണ്. മേടൻ രാശിയിലെ ശുക്രൻ തീവ്രമായ അഭിനിവേശം, ധീരമായ സ്നേഹം, സാമ്പത്തികപരമായ അപകട സാധ്യതകൾ എന്നിവ കൊണ്ടുവരുന്നുണ്ട്. വൃശ്ചിക രാശിക്കാർക്ക് ശുക്രൻ 7-ലും 12-ലും ഭാവങ്ങളുടെ അധിപനാണ്. മേടൻ രാശിയിലെ ശുക്രൻ സഹപ്രവർത്തകരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും പുതിയ ആരോഗ്യ ദിനചര്യകൾ കൊണ്ടുവരികയും ചെയ്യും. എന്നാൽ അമിത ജോലി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പ്രധാന യോഗം നോക്കുമ്പോൾ കുബേര യോഗമാണുള്ളത്. അനിഴം നക്ഷത്രക്കാർക്ക് 2025 മാസത്തിൽ കുബേര യോഗം അനുകൂലമായ ഫലങ്ങൾ നൽകും. ഇത് ജീവിതത്തിലെ വഴിത്തിരിവിൻ്റെ ദിവസങ്ങളാണെന്നും ദീർഘകാലമായി മനസ്സിൽ കണ്ടു നടന്നിരുന്ന പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടുമെന്നും സൂചിപ്പിക്കുന്നു. കുബേര യോഗം അളവറ്റ സമ്പത്ത്, സാമ്പത്തിക സ്ഥിരത, വിജയം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് പലപ്പോഴും ആഡംബര ജീവിതത്തിലേക്ക് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനത്തിലേക്ക് നയിക്കുന്നുണ്ട്. തൊഴിൽപരമായി ഈ മാസം നോക്കുമ്പോൾ ജൂൺ മാസത്തിൽ അനിഴം നക്ഷത്രക്കാർക്ക് ജോലിഭാരം, സമ്മർദ്ദം, അധിക ഉത്തരവാദിത്തങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് 10-ാം ഭാവത്തിലെ ചൊവ്വയും കേതുവിൻ്റെ സ്വാധീനം മൂലമാണ്. തൊഴിൽ സംബന്ധമായ ദൂരയാത്രകൾക്കോ താമസം മാറേണ്ട സാഹചര്യങ്ങൾക്കോ സാധ്യതയുണ്ട്. ജൂൺ 15-ന് ശേഷം സൂര്യൻ 8-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ കുറയാനും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. സംസാരം നിയന്ത്രിക്കുന്നതും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുന്നതും ബുദ്ധിപരമായിരിക്കും. തൊഴിൽപരമായി ഈ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും. വർദ്ധിച്ച സമ്മർദ്ദവും സംഘർഷ സാധ്യതകളുണ്ടെങ്കിലും അറിവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ യാത്രകളിലൂടെയും വളർച്ചയ്ക്കുള്ള അവസരങ്ങളുമുണ്ട്. സാമ്പത്തിക കാര്യം നോക്കുമ്പോൾ ഈ മാസം ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുകയും വായ്പകൾ എടുക്കുന്നതിൽ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വ്യാഴം 8-ാം ഭാവത്തിൽ തുടരുന്നതിന് സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രതയും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യവും വർദ്ധിക്കും. വ്യാപാരികൾക്ക് ഈ മാസം മതിയായ ലാഭം മാത്രമേ പ്രതീക്ഷിക്കാവൂ. 10-ാം ഭാവത്തിലൂടെ ചൊവ്വയുടെയും കേതുവിൻ്റെയും സ്വാധീനം കാരണം സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കും. വളർച്ച മന്ദഗതിയിലാവുകയും ചെയ്യും. ജൂൺ 29 മുതൽ ശുക്രൻ 8-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾക്കോ ചെലവുകൾക്കോ കാരണമായേക്കാം. അതിനാൽ നിക്ഷേപങ്ങളിലും അപകടകരമായ തീരുമാനങ്ങൾ ഒഴിവാക്കണം. അനിഴം നക്ഷത്രക്കാർക്ക് കുബേരയോഗം അനുകൂലമായ ഫലങ്ങൾ നൽകുമെന്നും ദീർഘകാലമുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമെന്നും പറയുന്നുണ്ട്. അളവറ്റ സമ്പത്ത്, സാമ്പത്തിക സ്ഥിരത, വിജയം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കുബേരയോഗം. എന്നിരുന്നാലും ഈ മാസത്തിലെ സംക്രമണങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രതയും റിസ്കുകൾ ഒഴിവാക്കലും ചെലവ് നിയന്ത്രിക്കലും ആവശ്യപ്പെടുന്നുണ്ട്. ജൂൺ മാസത്തിൻ്റെ അവസാന പകുതിയിൽ ബുധൻ്റെ സംക്രമണം മാറുന്നതോടെ ആരോഗ്യം അല്പം മെച്ചപ്പെട്ടേക്കാം. വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് വൈദ്യോപദേശം തേടുന്നത് ഉചിതമായിരിക്കും. അമിതമായ വ്യായാമം, അമിത ജോലി, ഉറക്കക്കുറവ് എന്നിവ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. മുൻപുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വരാൻ സാധ്യത കാണിക്കുന്നുണ്ട്. അതിനാൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബപരമായി കാര്യങ്ങളിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും. 5-ാം ഭാവത്തിലെ ശനി കുട്ടികളിലെ കാര്യങ്ങളിൽ സ്ഥിരത നിലനിർത്തുകയും അവർക്ക് അവരുടെ മേഖലകളിൽ മികച്ച കഴിവ് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. കുടുംബാംഗങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നത് മാനസിക സമാധാനം നൽകും. എന്നിരുന്നാലും മാസത്തിൻ്റെ തുടക്കത്തിൽ 7-ാം ഭാവത്തിലെ ശുക്രൻ ജീവിത പങ്കാളിയുമായി ചെറിയ തെറ്റിദ്ധാരണകൾക്കോ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ കാരണമായേക്കാം. ചൊവ്വയുടെ സ്വാധീനം കാരണം കുടുംബത്തിൽ സമ്മർദ്ദങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ക്ഷമയോടെ പെരുമാറേണ്ടത് അത്യാവശ്യമാണ്. രാഹു 4-ാം ഭാവത്തിൽ തുടരുന്നത് വീട് പുതുക്കി പണിയുകയും താമസം മാറുകയും ചെയ്യുന്നത് പോലുള്ള ഗാർഹിക കാര്യങ്ങളിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രണയജീവിതത്തിൽ ഈ മാസം വൈകാരികമായ ആഴപ്പെടലുകളും പരീക്ഷണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാസത്തിൻ്റെ തുടക്കത്തിൽ 7-ാം ഭാവത്തിലെ ശുക്രൻ ജീവിത പങ്കാളിയുമായി ചെറിയ തെറ്റിദ്ധാരണകൾക്കോ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ കാരണമായേക്കാം. ചൊവ്വയുടെ സ്വാധീനം സമ്മർദ്ദങ്ങൾക്കും തർക്കങ്ങൾക്കും വഴിയൊരുക്കും. അതിനാൽ ക്ഷമ അത്യാവശ്യമാണ്. ജൂൺ ആദ്യ പകുതിയിൽ മിഥുനൻ രാശിയിലെ വ്യാഴം ജിജ്ഞാസയും പൊരുത്തപ്പെടാനുള്ള കഴിവും വൈകാരികവും ബുദ്ധിപരവുമായ ബന്ധങ്ങൾക്കുള്ള ദാഹവും കൊണ്ടുവരും. അവിവാഹിതർക്ക് യാത്രകളിലൂടെ, പഠനത്തിലൂടെ, ഓൺലൈൻ ബന്ധങ്ങളിലൂടെ പ്രണയം കണ്ടെത്താൻ സാധ്യതയുണ്ട്. ജൂൺ 9-ന് ശേഷം വ്യാഴം കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്നത് ബന്ധങ്ങളെ പരിപോഷിപ്പിക്കാനും വൈകാരികമായ സമൃദ്ധി നൽകാനും ആഴത്തിലുള്ള ധാരണയോടെ പ്രണയം വളർത്താനും സഹായിക്കും. വിദ്യാഭ്യാസ കാര്യത്തിൽ ഈ മാസം അനിഴം നക്ഷത്രക്കാർക്ക് ശരാശരി ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. ജൂൺ 6 മുതൽ 22 വരെ ബുധൻ 8-ാം ഭാവത്തിൽ തുടരുന്നത് അക്കാദമിക് ഗവേഷണങ്ങളിലും ആത്മീയ വിഷയങ്ങളിലും താല്പര്യം വർദ്ധിക്കും. എന്നാൽ പഠനത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ജൂൺ 22-ന് ശേഷം ബുധൻ 9-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ വിദ്യാഭ്യാസപരമായ യാത്രകൾക്കും ഉന്നത പഠനത്തിന് അവസരങ്ങൾ ലഭിക്കും. 5-ാം ഭാവത്തിലെ ശനി സർഗാത്മക മേഖലകളിൽ പുരോഗതി നൽകുമെങ്കിലും ചൊവ്വയുടെ സ്വാധീനം സമ്മർദ്ദങ്ങൾക്കും മടിക്കും കാരണമായേക്കാം. ഓരോ ആഴ്ചകളിലെയും വിശകലനം നോക്കുമ്പോൾ 1-ാമത്തെ ആഴ്ചയിൽ തുടക്കത്തിൽ സൂര്യൻ ഇടവൻ രാശിയിലും ചൊവ്വ കർക്കിടകത്തിലും വ്യാഴം മിഥുനത്തിലും ശുക്രൻ മേടത്തിലും ശനി മീനത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമായിരിക്കും. ജൂൺ 6-ന് ബുധൻ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുകയും
ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ ആഴ്ച അല്പം ക്ഷീണവും ഭാരവും നിറഞ്ഞതായി അനുഭവപ്പെടാം. എടുത്തുചാടിയുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കി ചിന്തിച്ച് ശ്രദ്ധിച്ച് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. തൊഴിൽ മേഖലയിൽ ജോലിഭാരം, സമ്മർദ്ദം, ഉത്തരവാദിത്തങ്ങൾ എന്നിവ വർദ്ധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക, വായ്പകൾ ഒഴിവാക്കുക ചെയ്യേണ്ടത് പ്രധാനമാണ്. വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും വിഭവങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും ശ്രദ്ധ നൽകേണ്ടതാണ്. രണ്ടാം വാരം നോക്കുമ്പോൾ ഈ കാലയളവിൽ സൂര്യൻ ഇടവൻ രാശിയിൽ, അതായത് ജൂൺ 14 വരെ, പിന്നീട് മിഥുനത്തിലേക്ക് ജൂൺ 15 മുതൽ, ചൊവ്വ ചിങ്ങത്തിൽ, ബുധൻ മിഥുനത്തിൽ, വ്യാഴം കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതിനാൽ വൈകാരികമായ ഉന്നതിയും ഹൃദയബന്ധങ്ങളും ഉണ്ടാകും. ചൊവ്വ ചിങ്ങത്തിലായതിനാൽ ആത്മവിശ്വാസം തിരിച്ചെത്തും. തൊഴിൽ മേഖലയിൽ ജോലിഭാരവും സമ്മർദ്ദവും തുടരും. സാമ്പത്തികമായി ചിലവുകൾ ഉണ്ടായേക്കാം. ലാഭം മിതമായേ ഉണ്ടാകും. മകയിരം ഞാറ്റുവേല തുടരുന്നതിനാൽ ശാരീരിക അസ്വസ്ഥതകൾ തുടരും. വ്യാഴം കർക്കിടകത്തിൽ പ്രവേശിക്കുന്നത് കുടുംബ വളർച്ചയ്ക്കും രോഗശാന്തിക്കും ബന്ധങ്ങളെ പരിപോഷിക്കുന്നതിനും സഹായിക്കും. ജൂൺ അവസാനം വരെ നോക്കുമ്പോൾ സൂര്യൻ മിഥുനത്തിൽ, ചൊവ്വ ചിങ്ങത്തിൽ, ബുധൻ കർക്കിടകത്തിൽ, വ്യാഴം കർക്കിടകത്തിൽ, പിന്നീട് ഇടവത്തിൽ, ശനി മീനത്തിൽ, രാഹു കുംഭത്തിൽ, കേതു ചിങ്ങത്തിൽ. ഇതൊക്കെയാണ് ഗ്രഹസ്ഥിതി. ജൂൺ 26 ബുധൻ ചിങ്ങത്തിൽ പ്രവേശിക്കുന്നു. ജൂൺ 29 ശുക്രൻ ഇടവത്തിൽ പ്രവേശിക്കുന്നു. വീട്, കുടുംബം, വൈകാരികമായ സംതൃപ്തി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുതിയ തുടക്കങ്ങൾക്കും ആഗ്രഹങ്ങൾ സഫലമാകുന്നതിന് ശക്തമായ അവസരങ്ങളുണ്ട്. ആശയവിനിമയം കൂടുതൽ മൃദുലവും വൈകാരികവും ആകും. തൊഴിൽപരമായ യാത്രകൾക്കും അറിവ് വർദ്ധിപ്പിക്കുന്നതിന് അവസരങ്ങൾ ലഭിക്കും. കഠിനാധ്വാനം ഫലം നൽകും, പക്ഷേ കാലതാമസം ഉണ്ടാകാൻ ഇടയുണ്ട്. സാമ്പത്തികമായി 8ാം ഭാവത്തിലെ ശുക്രൻ സാമ്പത്തിക നഷ്ടങ്ങൾക്കോ ചിലവുകൾ വർദ്ധിപ്പിക്കുന്നതിനോ കാരണമായേക്കാം. അതിനാൽ നിക്ഷേപങ്ങളും അപകടകരമായ തീരുമാനങ്ങൾ ഒഴിവാക്കണം. ആരോഗ്യം മെച്ചപ്പെടും. വ്യക്തിപരമായ ബന്ധങ്ങൾ പരിപോഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ആന്തരിക സമാധാനത്തിന് ശ്രദ്ധാപൂർവമായ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. ശനി ഭഗവാനെയും വിഷ്ണു ഭഗവാനെയും ആരാധിക്കുന്നത് ജീവിതത്തിൽ സ്ഥിരതയും ജ്ഞാനവും നൽകും. ശനി മന്ത്രങ്ങൾ ജപിക്കുകയും ശനിയാഴ്ചകളിൽ ശനി മാഹാത്മ്യം ശ്രവിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. എല്ലാ ശനിയാഴ്ചകളും ഉപവസിക്കുകയും ശനി ക്ഷേത്രത്തിൽ എണ്ണ സമർപ്പിക്കുകയും ചെയ്യുക. ചൊവ്വയെയും അനുബന്ധ ദേവതകളെയും പ്രീതിപ്പെടുത്തുക. കുജമന്ത്രവും സ്തോത്രവും ജപിക്കുന്നത് ഗുണകരമാണ്. മകയിരം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ സുബ്രഹ്മണ്യൻ, ഭദ്രകാളി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുകയും ഹനുമാൻ ചാലിസ ജപിക്കുകയും ചുവന്ന പൂക്കൾ, സിന്ദൂരം, ശർക്കര എന്നിവ സമർപ്പിക്കുകയും ചെയ്യുക. ചൊവ്വാഴ്ചകളിൽ ഉപ്പ് കഴിക്കുന്നത് ഒഴിവാക്കുന്നത് മാനസിക വ്യക്തതയ്ക്കും ദേഷ്യം നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. ഗണപതി ഭഗവാനെ ആരാധിക്കുകയും കറുകപ്പുല്ല് സമർപ്പിക്കുകയും ശ്രീ ഗണപതി അഥർവശീർഷ സ്തോത്രം ജപിക്കുകയും ചെയ്യുക. വിഷ്ണുവിൻ്റെ മത്സ്യ അവതാരത്തെ ആരാധിക്കുന്നതും ഉത്തമമാണ്. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ബുധൻ്റെ ശക്തി വർദ്ധിപ്പിക്കും. അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും സാധനങ്ങൾ ദാനം ചെയ്യുന്നത് ബന്ധങ്ങളിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരും.